അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഇവിടെ ചില വ്യത്യസ്ത വീക്ഷണങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഈ മാസപ്പിറവി അത് ദർശിക്കണം, കണ്ണുകൊണ്ട് ദർശിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നോ പ്രവാചകന്റെ ഭാഗത്തുനിന്നോ കണ്ണുകൊണ്ട് കാണാനുള്ള നിർദ്ദേശം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും ബാധകമാണ്. നമുക്ക് അനുഷ്ഠാന കർമ്മങ്ങളിൽ ചില ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ്. പക്ഷെ ഭൂമിയുടെ എല്ലാ ഭാഗത്തും മനുഷ്യവാസമുള്ള ഭാഗത്തെല്ലാം ഈ സൂര്യന്റെ, അതായത് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക എന്നിവ ചെയ്യാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയാം. അപ്പോൾ നമ്മൾ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സൗത്ത് അമേരിക്കയുടെ ഏറ്റവും തെക്കേ ഭാഗം, അർജന്റീനയുടെ ഏറ്റവും തെക്ക് ഭാഗം, അതുപോലെ തന്നെ കനഡയുടെയും റഷ്യയുടെയൊക്കെ വടക്ക് ഭാഗം, ഫിൻലൻഡ്, ഗ്രീൻലാൻഡ് മുതലായ പ്രദേശങ്ങൾ. അതിൽ ഇപ്പോൾ ആർക്ടിക് സർക്കിള്, അവിടെ ഏതാണ്ട് സൂര്യൻ ഈ ഹൊറൈസോണിന് താഴെ നിൽക്കുന്ന 10 ദിവസമാണ്. അതായത് സൂര്യനെ തീരെ കാണാത്തത്. ഹൊറൈസോണിന്റെ മുകളിൽ വരുന്നത് 47 ദിവസമാണ്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന 308 ദിവസം ഒരു വർഷത്തിൽ. പിന്നെ നമ്മളെ ഡെഡ് ഹോഴ്സ് അലാസ്ക ഇവിടെ വരികയാണെങ്കിൽ അവിടെ 53 ദിവസമാണ് ഹൊറൈസന്റെ താഴെ സൂര്യൻ നിൽക്കുന്നത്. 72 ദിവസം ഹൊറൈസന്റെ മുകളിലായിരിക്കും. അതായത് ചക്രവാളത്തിൽ കാണുന്നർത്ഥം. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് ഒരു വർഷത്തിൽ 240 ദിവസം മാത്രം. കുറച്ചും കൂടെ നോർത്തിലേക്ക് പോയാൽ ഫ്രാൻസ് ജോസഫ് ലാൻഡ്, നോർത്ത് റഷ്യ, ഇവിടെ 122 ദിവസം അത് ഹൊറൈസന്റെ താഴെയാണ് സൂര്യൻ. 161 ദിവസമാണ് ഹൊറൈസന്റെ മുകളിലുള്ളത്. 128 ദിവസം. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു വർഷത്തിൽ 115 ദിവസം മാത്രം. മനുഷ്യവാസമുള്ള സ്ഥലമാണ്, മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ നോർത്ത് മോസ്റ്റ് ഗ്രീൻലാൻഡ്, അത് മനുഷ്യവാസമുള്ള സ്ഥലം തന്നെയാണ്. അവിടെ 144 ദിവസം സൂര്യൻ ഹൊറൈസന്റെ താഴെയാണ്, 161 ദിവസം ഹൊറൈസന്റെ മുകളിലാണ്. 60 ദിവസേ ഒരു വർഷത്തിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ, ഈ കാണണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നു വേണമെന്ന് പറയുന്നവർ, അവരെങ്ങനെയാണ് കാണാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ എന്നുള്ളത് അവർ ഈ കാര്യം ഒന്ന് പഠിപ്പിക്കുകയാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഭൂമിയിൽ ഇങ്ങനെ കുറെ പ്രദേശങ്ങൾ പലർക്കും അറിയില്ലായിരിക്കാം. ഒരുപാട് പ്രദേശങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളുണ്ട് എന്ന് പറയും. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് ജനാബ് അലി മണിക് ഖാൻ അദ്ദേഹത്തിന്റെ ഒരു കാസറ്റ് കൊടുത്തയച്ചിരുന്നു. അതിൽ കേട്ട ഒരു കാര്യം അത് എന്നെ വളരെ അതിശയിപ്പിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ വാദഗതികൾ വളരെ ബാലിശമാണെന്ന് തോന്നുന്ന രീതിയിൽ ചില വാദഗതികൾ. അതായത് അദ്ദേഹം പറഞ്ഞു, ഈ ദിവസം ആരംഭിക്കുന്നത് ഫജ്റോട് കൂടിയാണ്. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞതിൽ ഉദാഹരണങ്ങളാണ് എനിക്ക് വളരെ ബാലിശമായി തോന്നി. നിങ്ങളൊരു പള്ളിയിൽ പോയി നോക്കുക, ആ പള്ളിയിൽ പോയി നോക്കുകയാണ് ആദ്യം അവിടുത്തെ അവിടെ നമസ്കാരം ഒന്നുകിൽ സുബഹി നമസ്കാരമായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, പിന്നെ ലഹർ നമസ്കാരമായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതാണ് ഈ ദിവസം രാവിലെ ഫജ്റോട് കൂടിയാണ് ഈ നമ്മുടെ ചന്ദ്രമാസം ആരംഭിക്കേണ്ടത് എന്നുള്ളതിന് അദ്ദേഹം പറയുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയുന്ന നോക്കുക, എത്ര സ്ഥലങ്ങളിലാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി. ലൈലാണ് ആദ്യം പറയുന്നത്, രാത്രി പകല്. സൂറത്ത് ബഖറ 164-ാമത്തെ ആയത്ത്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയത്ത്, സൂറത്തുൽ ബഖറ 174. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, സൂറത്ത് ആൽ ഇംറാൻ. വലഹു മാ സക്കന ഫിൽ ലൈലി വന്നഹാരി വഹുവ സമീഉൽ അലീം, സൂറത്തുൽ അൻആം. ഇന്ന ഫീ ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി, യൂനുസ് 6. ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല തസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറൻ, യൂനുസ്. വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ, ഇബ്രാഹിം 33. വസഖറ ലക്കുമുൽ ലൈല വന്നഹാറ, നഹൽ 12. വജഅൽനൽ ലൈല വന്നഹാറ ആയത്തൈൻ, ഇസ്രാ 12. ഫമഹൗന ആയത്തുൽ ലൈലി വജഅൽന ആയത്തുൻ നഹാരി മുബ്സിറതൻ, ഇസ്രാ. യുസബ്ബിഹൂന ലൈല വന്നഹാറ ലാ യുഫ്തറൂൻ.
അപ്പൊ അള്ളാഹു എന്ത് ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുക? ആദ്യം ലൈല്, രാത്രിയാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് പകൽ പറയുന്നത്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള ജഅല ദുലുമാതി വന്നൂറ, ആദ്യം ദുലുമാത്താ പറയുന്നത്, പിന്നെയാണ് പ്രകാശം പറയുന്നത്. അതിനൊക്കെ ഒരുപാട് സംഗതികളുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, അവിടെ വിശദീകരിക്കുന്നില്ല. വകൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫഅഹ്യാക്കും, നിങ്ങൾ ആദ്യം മരണത്തെ ശ്രദ്ധിച്ചു, നിങ്ങൾ മരിച്ച അവസ്ഥയിൽ അത് പിന്നീട് നിങ്ങൾ ജീവിപ്പിച്ചു. ഇരുട്ട് ആദ്യം ശ്രദ്ധിച്ചു, പിന്നെ പ്രകാശം, ആദ്യം രാത്രി പിന്നെ പകൽ. അപ്പൊ രാത്രി കൊണ്ട് അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തെ കൊണ്ട് തന്നെയാണ് ഇത് ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചന്ദ്രമാസം ആരംഭിക്കുന്നു അത് വളരെ തെറ്റായ ധാരണ. കാരണം ഈ അള്ളാഹുവിന്റെ ഈ നിർദ്ദേശം ഭാഗികമായിട്ടെങ്കിലും പാലിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ രാത്രി 12 മണിക്കാണ് ദിവസം ആരംഭിക്കുന്നത്. മഗ്‌രിബോട് കൂടി തന്നെയാണ് ഇത് ആരംഭിക്കുന്നത്. അത് അലി മണിക്വാൻ സാഹിബ് ഇതിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കണം, പഠിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ ഈ ദിവസത്തെ സംബന്ധിച്ച്, അതായത് ആ കാസറ്റ് തന്നെ ഉള്ളതാണ്. ഇസ്ലാമികമായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ സൗരവർഷം എന്നുള്ള സംഗതി നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പ്രയോഗത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല. അത് നമ്മൾ ചന്ദ്രമാസം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതും ഖുർആൻ പ്രകാരം നാം മനസ്സിലാക്കുന്ന ശരിയായുള്ളൊരു കാര്യമല്ല. കാരണം നമുക്കിപ്പോൾ കാർഷിക ആവശ്യത്തിനും മറ്റേനൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നമുക്ക് ഈ സൗരവർഷം എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ യൗമ് എന്നുള്ള പദം അത് നമ്മൾ എടുത്ത് ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യൗമ് എന്നുള്ള പദം പരിശുദ്ധ ഖുർആനിൽ 364 സ്ഥലത്താണ് പ്രയോഗിച്ചത്. ചന്ദ്രമാസമായ 354 അല്ല, 364. യൗമുക്കും യൗമുഹും എന്നുള്ള പദം അതിന്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് 5 പ്രാവശ്യം വീതം. അപ്പൊ നമ്മൾ 4 വർഷത്തേക്ക് 5 കൂട്ട ലീപ് ഇയർ ആയിട്ട് 4 വർഷം കൂടുമ്പോൾ 5 ആഡ് ചെയ്താൽ മതി. അപ്പൊ 365 കൃത്യമായിട്ട് കിട്ടും. 1.25 ദിവസത്തിന്റെ കമ്മിയാണ് ഒരു വർഷത്തിനുള്ളത്. 4 വർഷം കൂടുമ്പോൾ 1.25 വീതം കൂട്ടി 5 വർഷം കൂട്ടി 365 കിട്ടും. അപ്പൊ ഈ സൗരവർഷം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം അള്ളാഹു ആണല്ലോ സൂര്യനും ചന്ദ്രനെയും സൃഷ്ടിച്ചേ. പിന്നെ ഒന്ന് നമുക്ക് ബാധകമല്ല, മറ്റേ നമുക്ക് ബാധകമാണെന്ന് നമ്മൾ പറയാനും പാടില്ലല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയില്ല അപാകതകൾ. ഏതായാലും മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഏകീകരണത്തിനുള്ള ഈ സംരംഭം സ്വാഗതാർഹമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ പരിപൂർണമായിട്ട് നമ്മൾ ഈ ഒരുപാട് നേരത്തെ പറഞ്ഞ ഈ 2 വശങ്ങളും ഈ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കണം എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.